ഇപ്പം നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടാണ് നോക്കിയിരിക്കുന്നുണ്ടോ. ഒരു കുഴപ്പവും നമ്മുടെ ചക്കയ്ക്കില്ല. ഇത് ഞാൻ മാർച്ച് മാസത്തിൽ വെച്ച ചക്കയാണ്. ഇപ്പോഴും ആ സൗണ്ട് കേട്ടോ ഉണ്ടോ, ഒരു കുഴപ്പമില്ല നമ്മുടെ ചക്കക്കുരു ഇരിക്കുന്നത്. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വീഡിയോ ആണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പിടിച്ചതായ ചക്കയുണ്ടല്ലോ, ചക്ക, മാങ്ങ, ചക്കക്കുരു, ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് കുറേ പേര് വെച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 2 മില്യണോളം ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞ ഒരു വീഡിയോ ആണ്. അപ്പം അതെങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുന്നതെന്നൊക്കെ ഉള്ളതായ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇനി അടുത്ത സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ അതേപോലെ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളീസിനൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പറമ്പിലുണ്ടാകുന്ന കാര്യങ്ങളെയൊക്കെ നമ്മൾ വെറുതെ അങ്ങ് കളയും അല്ലേ. എന്നിട്ട് നമ്മളെന്ത് കെമിക്കലൊക്കെ അടിച്ചതായ അതേ സാധനം തന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കഴിക്കും. അതാണ് നമ്മുടെയൊക്കെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. എൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും സ്വഭാവം അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് കഴിവിൻ്റെ പരമാവധി നമ്മളത് ഉപയോഗപ്പെടുത്താനുണ്ട്. ചക്കയും മാങ്ങയും ചക്കക്കുരും ഒക്കെ ഉപയോഗപ്പെടുത്താനുണ്ട്. അത് വിഷമില്ലാതെ നമുക്ക് ഒരു വളവും നമ്മൾ കൊടുക്കാതെ നമ്മുടെ പറമ്പിൽ നമുക്ക് കിട്ടുന്നതായ സംഭവങ്ങളാണ് ഈ ചക്ക, മാങ്ങ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നു എന്നുള്ള വീഡിയോ നിങ്ങൾ കാണുക. ആ സൂക്ഷിച്ച് വെച്ചത് ഒന്ന് കാണിച്ചു തരാം, അത് കേടായിട്ടുണ്ടോ കേടായിട്ടില്ലോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഫ്രീസറിൽ ഇരുന്ന ചക്കയാണിത്. ഞാനിപ്പം ഈ പ്രാവശ്യം പാത്രത്തിലാണ് വെച്ചിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കാണിച്ചപ്പോൾ സിപ്പ് ലോക്ക് കവറിനകത്തായിരുന്നു വെച്ചിരുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം. ആവശ്യമില്ലാത്ത എയർ ഒന്നും കയറാത്ത രീതി വേണം നമ്മൾ വെക്കാനായിട്ട്. ഇപ്പം കണ്ടത് ഐസ് കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ അത് തുറന്നൊന്ന് കാണിക്കാം. അപ്പോൾ എൻ്റെ ചക്ക എപ്പോഴും അതേപോലെ ഇരിപ്പുണ്ട്. നമ്മൾ ആവി കയറ്റി വെച്ച ചക്കയായിരുന്നു. നല്ലതുപോലെയാണ് ഇരിക്കുന്നത് ഇപ്പോഴും. ഇനി അടുത്ത പാത്രത്തിലേയും കൂടെ കാണിച്ചു തരാം. ഇനി നമുക്ക് കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചതിന് ശേഷം ചൂടുവെള്ളത്തിലൊന്ന് കഴുകി വാരി അങ്ങ് എടുത്തിട്ട് നമുക്ക് നോർമൽ ചക്ക വേവിക്കുന്നത് പോലെ അങ്ങ് വേവിച്ചെടുത്താൽ മതി. തേങ്ങയും വെളുത്തുള്ളിയും ജീരകമൊക്കെ ചതച്ചിട്ട് നമുക്കിത് അടിപൊളിയായിട്ട് വേവിച്ചെടുക്കാം. അപ്പം നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടാണ് നോക്കിയിരിക്കുന്നുണ്ടോ. ഒരു കുഴപ്പവും നമ്മുടെ ചക്കയ്ക്കില്ല. അപ്പം എന്തായാലും ഇതേപോലെ ചക്കയൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് തണുത്തതിന് ശേഷം ഇതേപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിനകത്തോ കവറിനകത്തോ നിങ്ങളാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാമെന്നുണ്ടെങ്കിൽ സീസൺ അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ ചക്ക വേവിച്ച് കഴിക്കാനായിട്ട് സാധിക്കും. ഇത് ഞാൻ മാർച്ച് മാസത്തിൽ വെച്ച ചക്കയാണ്. ഇപ്പോഴും നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിസംബർ എത്തിക്കഴിഞ്ഞു, എന്നിട്ട് നമ്മുടെ ചക്കയ്ക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതേപോലെ ചക്ക സൂക്ഷിച്ച് വെക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ചക്കക്കുരുവാണ്. ചക്കക്കുരു ഇതേപോലെ നമ്മൾ ഇതിപ്പം ഞാൻ എടുത്തെടുത്ത് ഇപ്പോൾ ഇത്ര ആയതാണ്. അവിയലിനകത്തൊക്കെ ഇടും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം ചേമ്പും നമ്മുടെ ചേനയും കാച്ചിലൊക്കെ കളയ്ക്കുന്ന സമയമാണല്ലോ. അപ്പോൾ അത് അങ്ങോട്ട് എല്ലാം കൂടെ ഇട്ട് ഒരു അവിയൽ വെക്കുമ്പോൾ ഈ ചക്കക്കുരു ഇടുമ്പോൾ എന്താ ഒരു ടേസ്റ്റാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ചക്കക്കുരു കണ്ട എങ്ങനെ ഇരിക്കും, ആ ഫ്രഷ് ആയിട്ടൊന്നും തോന്നത്തില്ല. എങ്കിലും നമ്മളതിൻ്റെ അകം നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടായിരിക്കുന്നത്. ഉണ്ടോ, ഇപ്പോഴും ആ സൗണ്ട് കേട്ടോ ഉണ്ടോ, ഒരു കുഴപ്പമില്ല നമ്മുടെ ചക്കക്കുരു ഇരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഏതെങ്കിലും ഒരെണ്ണത്തിന് കേടുണ്ടെന്നുണ്ടെങ്കിൽ നശിച്ചു പോകാനിടയുണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് അങ്ങനെയുള്ളതായ ചക്കക്കുരുവിനെ നമ്മളെടുത്ത് മാറ്റിയിട്ട് എന്നിട്ട് വീണ്ടും കെട്ടി ഒരു ബക്കറ്റിനകത്തൊക്കെ അടച്ചു വെച്ചേക്കാം. 1 വർഷം വരെ നമുക്ക് ചക്കക്കുരു സൂക്ഷിക്കാം. പക്ഷേ 1 വർഷം വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കേണ്ട കാര്യമില്ല. കാരണം സീസൺ ആകുമ്പോൾ പിന്നെ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലൊക്കെ ചക്കയില്ലാത്ത സമയത്ത് നമുക്ക് ഇതേപോലെ ചക്കക്കുരുവൊക്കെ എടുത്ത് തോരൻ വയ്ക്കുകയോ അവിയൽ വയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാവുന്ന ഒരു ടിപ്സാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ മുളകിനെ കുറിച്ചുള്ളതായ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. മുളക് ഉണക്കുന്ന ടിപ്സും നല്ല അടിപൊളിയാണ്. എൻ്റെ മുളക് കണ്ട് നല്ലതുപോലെ ഉണങ്ങിയാണ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നല്ല കിലുകിലാന്ന് ഉണക്കി നമ്മളിങ്ങനെ അടച്ചു വെച്ചിരുന്നാൽ ഉണ്ടല്ലോ, നമുക്ക് കടുവറുക്കാനെടുക്കുകയോ അതേപോലെ തന്നെ പൊടിക്കാനെടുക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ആ ടിപ്സും കൂടെ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിട്ട് ഇതേപോലെ മുളകൊക്കെ ഉണക്കിയെടുക്കാനൂടെ ശ്രമിക്കുക. അപ്പോൾ ഈ ചക്ക നമുക്ക് ചെറു ചൂട് വെള്ളത്തിലിട്ടിട്ട്, തിളച്ച വെള്ളമല്ല ചെറു ചൂട് വെള്ളത്തിലിട്ടിട്ട് 2 മിനിറ്റ് നേരം അതിനകത്ത് മുക്കി വയ്ക്കുക. എന്നിട്ട് നമുക്ക് വേവിക്കാം. അതാണ് നമ്മുടെ ഫ്രീസറിന് എടുത്താൽ നമ്മൾ ഏതിനകത്താണോ വെച്ചത് ആ ടോപ്പിൽ തന്നെ അങ്ങ് ഇരിക്കും. ഈ ഐസ് പോകാനായിട്ട് നമ്മൾ 2 മിനിറ്റ് നേരം ഫ്രീസറിനെടുത്ത് പുറത്ത് വെച്ചേക്കാം. ഒരു 4-5 മിനിറ്റ് എടുത്ത് പുറത്ത് വെച്ചേക്കാം. അപ്പോൾ അതെല്ലാം നല്ലതുപോലെ നമുക്കിങ്ങനെ പൊടിഞ്ഞ് കിട്ടും. അതിന് ശേഷം വേണം നമ്മൾ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ചക്ക ഇടാനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളയ്ക്കുകയൊന്നും ചെയ്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുമ്പള വരുമ്പോൾ നമ്മളതങ്ങ് ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ചക്ക അതിനകത്തോട്ട് നീക്കിയിട്ട് കൊടുക്കാം.
ഒരു 2 മിനിറ്റ് നേരം അതിനകത്തൊന്ന് കിടന്നതിന് ശേഷം 2 മിനിറ്റ് ഒട്ടും കൂടണ്ട കേട്ടോ, അതിൻ്റെ ഐസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്നിട്ട് നമുക്കത് വാർത്ത് വെക്കണം. ഇപ്പം ചക്കയ്ക്ക് ആവശ്യമായ തേങ്ങ എടുക്കുക. അപ്പം കഴുന്ന തേങ്ങ ആയതുകൊണ്ട് ഞാനങ്ങനെ മുറിച്ചിട്ടിരിക്കുകയാണ്. അതിനകത്തോട്ട് 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 5-6 കാന്താരി എടുത്തിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ എരിവിനനുസരിച്ച് ഇടാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സ്വല്പം കരിവേപ്പിലയും ഇട്ടിട്ട് നമുക്ക് ചതച്ച് കൊണ്ടുവരാം. 2 മിനിറ്റ് നേരം ചൂടുവെള്ളത്തിൽ കിടന്നതിന് ശേഷം നമ്മുടെ ചക്ക നമുക്കൊന്ന് അരിച്ചിങ്ങെടുക്കാം. വെള്ളമൊക്കെ വാർത്ത് നല്ലതുപോലെ കളയാം. അപ്പോൾ ഇനി നമുക്ക് തവ അടപ്പ് വെച്ചിട്ട് കടു വറുത്ത് വയ്ക്കേണ്ടവർക്ക് കടു വറുത്ത് വയ്ക്കാം. അതല്ല വെറുതെ അരപ്പ് ചേർത്തിട്ട് വെച്ചാമെന്നുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, എടുത്ത് വെച്ചിരിക്കുന്നത് ചക്ക അതിനകത്തോട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനകത്ത് അധികം വെള്ളമൊന്നും ഒഴിക്കണമെന്നില്ല. ഈ ജാറൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകുന്ന ശേഷം ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് അതൊന്ന് തട്ടിപ്പൊട്ടി വയ്ക്കുക. ഇത് കുറച്ച് വയ്ക്കുക, ആവിയിലിരുന്നത് വേണം. പ്രത്യേക ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. ജാറ് കഴിയില്ലാണ്ട് എത്രയും കിടന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ സിമ്മിലിട്ടിട്ട് നമുക്ക് ഇടയ്ക്ക് വയ്ക്കാം. പിന്നെ നമ്മുടെ ചക്ക എന്തായാലും നോക്കാം. നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കണം. നല്ലതുപോലെ ആവിയൊക്കെ വരുന്നുണ്ട്. നമുക്കൊന്ന് ഇടയ്ക്ക് വെക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ചക്ക നമുക്ക് കുഴച്ചിഞ്ഞെടുക്കാം. ചക്കയുടെ ഫ്രഷ്നെസ് ഒട്ടും പോകാതെ നമുക്ക് ചക്ക വേവിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഉണക്കച്ചക്ക വേവിക്കുന്ന വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്നതായ ചക്ക അത് തിളച്ച വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം നമ്മളത് എടുക്കാണ്ട് ശ്രമിക്കുക. ഇത് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം മാത്രം എടുക്കുക. അപ്പോൾ നമ്മുടെ ചക്ക റെഡി. ഇപ്പോഴും ഇതേപോലെ കേടാകാതെ ഇരിക്കുന്നെന്ന് നിങ്ങളെ കാണുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് വിശ്വാസമാകുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും കണ്ടെങ്കിൽ മാത്രമേ വിശ്വാസമാകത്തുള്ളൂ. അപ്പം ഇതേപോലെ നിങ്ങൾ സൂക്ഷിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സീസൺ അല്ലാത്ത സമയത്ത് പോലും നമുക്ക് ചക്കയും ചക്കക്കുരുവൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും. മാങ്ങയും ഇതേപോലെ ഞാൻ നേരത്തെ വെച്ചാണ്. ഈ പ്രാവശ്യം എനിക്ക് വെക്കാൻ പറ്റിയില്ല. നല്ലതുപോലെ അതും കേടാകാതെ ഇരുന്നോളും. കുറേ കാലമൊക്കെ ഒരു 6 മാസത്തോളമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ചക്കയും ചക്കക്കുരും മാങ്ങയും ഇത് സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കൃഷിയും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വിഷമില്ലാത്ത എല്ലാ സംഭവങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒരു സന്തോഷമല്ലേ. അത്യാവശ്യം പാല്, മുട്ട, പച്ചക്കറിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കൃഷികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വിത്തുകൾ, ഗ്രോ ബാഗുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisslifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ നല്ല ഇനം വിത്തുകളും അതുപോലെ നല്ല ഇനം ഗ്രോ ബാഗും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.